പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ ചർച്ചയിൽ പങ്കെടുക്കാത്തത് വിവാദമാക്കി ഫേസ്ബുക്ക് പോസ്റ്റ്. സുഹൃത്തിന്റെ ചികിത്സയ്ക്ക് പ്രിയങ്ക വിദേശത്തെന്ന് വിശദീകരണം. ഷാഫി പറമ്പിലിനെതിരെയും വിമർശനം ഉയർത്തി സമസ്ത നേതാവ്. സോഷ്യൽ മീഡിയയിൽ സമസ്ത നേതാവിനെതിരെ ഉറഞ്ഞുതുള്ളി കോൺഗ്രസിന്റെ സൈബർ ടീം. വഖഫ് ഭേദഗതി ബില്ലിന്മേൽ 14 മണിക്കൂറാണ് സഭയെ പ്രക്ഷുബ്ധമാക്കിയ ചർച്ച നടന്നത്. പ്രതിപക്ഷത്തുള്ള 232 എംപിമാർ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർത്തെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ വഖഫ് ബിൽ ലോക്സഭ കടന്നു. ലോക്സഭയ്ക്കുള്ളിൽ നടന്ന ഘോരഘോരമായ വാദപ്രതിവാദങ്ങളും വാക് പോരാട്ടങ്ങളും ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇത്രയേറെ പ്രാധാന്യമുള്ള ചർച്ചയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി വിട്ടുനിന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. വിഷയത്തിൽ UDF അണികൾക്കിടയിൽ കടുത്ത എതിർപ്പാണ് ഉണ്ടായിരിക്കുന്നത്. വിഷയത്തിൽ സമസ്ത നേതാക്കൾ അടക്കം വിമർശനം ഉന്നയിക്കുമ്പോൾ പ്രിയങ്കയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം പുറത്തെത്തിയിട്ടുണ്ട്. അടുത്ത ബന്ധുവിന്റെ ചികിത്സാർത്ഥം പ്രിയങ്ക വിദേശത്താണെന്നാണ് വിവരം. യാത്ര ലോക്സഭാ സ്പീക്കറെയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയെയും അറിയിച്ചിരുന്നു. സ്പീക്കർക്ക് രേഖാമൂലം കത്തു നൽകിയിരുന്നെന്നും പാർലമെന്ററി പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ മുസ്ലിം ലീഗ് അടക്കം പ്രിയങ്കയുടെ നിലപാടിൽ അതൃപ്തിയിലാണെന്നാണ് സൂചന. ഇതിനിടെ പ്രിയങ്കയ്ക്കെതിരെ വിമർശനവുമായി സമസ്തയും രംഗത്തു വന്നു. SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തലൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രിയങ്കയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ NK പ്രേമചന്ദ്രനും ഹൈബി ഈഡനും ET മുഹമ്മദ് ബഷീറുമൊക്കെ സഭയിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് സമുദായ അംഗങ്ങൾ എന്നും നന്ദിയുള്ളവരാണ്. പക്ഷേ സുപ്രധാന ബിൽ അവതരണ വേളയിൽ കോൺഗ്രസ് വിപ്പ് പോലും കാറ്റിൽ പറത്തി സഭയിൽ നിന്ന് വിട്ടുനിന്ന പ്രിയങ്ക ഗാന്ധി നിരാശപ്പെടുത്തി. രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നയിക്കാനാണ് വയനാട് അവർക്ക് 4.5 ലക്ഷം രൂപ ഭൂരിപക്ഷം നൽകിയത്. തത്തമ്മേ പൂച്ച എന്ന മട്ടിൽ പെരുന്നാൾ ആശംസ പറഞ്ഞാൽ 48% മുസ്ലിം വോട്ടുള്ള വയനാടിന് തൃപ്തിയാകുമെന്നാണ് ധാരണയെങ്കിൽ അത് ഭോഷ്കാണെന്നും സത്താർ പന്തലൂർ വിമർശിച്ചു. വടകര MP ഷാഫി പറമ്പിലിന് നേരെയും സത്താർ പന്തലൂർ വിമർശനം ഉയർത്തി. കേരളത്തിലെ മുസ്ലിം സമുദായ പ്രതിനിധിയായി കോൺഗ്രസ് നൽകിയ ടിക്കറ്റിൽ ജയിച്ചത് ഷാഫി പറമ്പിലാണ്. ഇക്ര ചൗധരിയെയും ഇമ്രാനെയും ഉവൈസിയെയും ഒന്നും മാതൃകയാക്കിയില്ലെങ്കിലും മണിപ്പൂർ വിഷയത്തിൽ ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനുമൊക്കെ കാണിച്ച നട്ടെല്ല് ഇടയ്ക്കൊക്കെ വായ്പ കിട്ടുമോ എന്ന് അന്വേഷിക്കാവുന്നതാണ്. കെട്ടകാലത്തെ മുസ്ലിം പ്രാതിനിധ്യം എന്നാൽ റീൽസും കിഞ്ചന വർത്തമാനവും ബാലൻസ് കെ നായർ ഉടായ്പകളുമല്ലെന്നും സത്താർ പന്തലൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എന്നാൽ പോസ്റ്റിനെതിരെ കോൺഗ്രസ് സൈബർ പോരാളികൾ രംഗത്ത് വന്നിട്ടുണ്ട്. സത്താർ സാഹിബിന് പാർലമെന്റിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് വലിയ അറിവില്ലെന്ന് തോന്നുന്നു. പാർലമെന്റിൽ തോന്നിയതുപോലെ എല്ലാ MPമാർക്കും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ആര് സംസാരിക്കണം എന്നത് നേരത്തെ ഓരോ പാർട്ടിയും നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് ആളുകൾ സംസാരിക്കുക. എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ് വാർത്തയിൽ ഇടം നേടണം. അതിനാണ് ഷാഫി പറമ്പിലിനെ കുറ്റം പറഞ്ഞുള്ള ഈ കുത്തിത്തിരിപ്പ് പോസ്റ്റ് എന്നാണ് ഒരു പ്രതികരണം. ഓരോ പാർട്ടിക്കും അനുവദിച്ച സമയത്ത് സംസാരിക്കാൻ അതാത് പാർട്ടികൾ നിയോഗിച്ച MPമാർ സംസാരിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കോൺഗ്രസ് MPമാരായ ഗൗരവ് ഗൊഗോയിയും ഇമ്രാൻ മസൂദും KCയും ഹൈബിയും അമരീന്ദർ സിംഗും മുഹമ്മദ് ജാവേദും അടക്കമുള്ള നേതാക്കൾ ഭംഗിയായി അവതരിപ്പിച്ചു. ഗൗരവ് ഗൊഗോയിയുടെ പ്രസംഗം എടുത്തു പറയേണ്ടതുമായിരുന്നു. ഇനി അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ആരൊക്കെ സംസാരിക്കണമെന്ന ഒരു ലിസ്റ്റ് സത്താർ സാഹിബ് എഴുതി തന്നാൽ ഹൈക്കമാൻഡിന് പരിഗണിക്കാമായിരുന്നു. മറ്റൊരാളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വഖഫ് ചർച്ചയിൽ സജീവമായില്ലെന്ന വിവാദം ഉയർത്താൻ ശ്രമിച്ച സത്താർ പന്തലൂർ ആദ്യം 4 നല്ല വാക്കുകൾ പറഞ്ഞ ശേഷം ഷാഫി പറമ്പിലിനെതിരെയും വാളോങ്ങിയത് രാഷ്ട്രീയ അജണ്ടയാണെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഇതോടെ കോൺഗ്രസ്, മുസ്ലിം ലീഗ് സൈബർ ടീമുകൾ വഖഫ് വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധിയെ വിവാദത്തിൽ ആഴ്ത്താനുള്ള നീക്കത്തെ ശക്തമായി നേരിടുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ.